ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പം ഈ സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റ് പഠിക്കുമ്പോൾ നമുക്കിവിടെ സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റ് എന്താണ്, അതിൻ്റെ ഇൻസേർഷൻ, ബിഗിനിങ്ങിലും എൻഡിലുള്ള ഇൻസേർഷൻ, നോഡിനെ ബിഗിനിങ്ങിലും എൻഡിലും എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബിഗിനിങ്ങിൽ നിന്നും എൻഡിൽ നിന്നും എങ്ങനെയാണ് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻസേർഷൻ അറ്റ് ദി ബിഗിനിങ്ങും എൻഡും അല്ലാതെ ഒരു ടോപ്പിക്ക് നമ്മൾ എക്സാമ്പിൾ സഹിതം ഇതിനും തൊട്ട് മുമ്പ് ഞാൻ പഠിപ്പിച്ചിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. ജസ്റ്റ് കൺസെപ്റ്റ് മാത്രമൊന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗ്ലി ലിങ്കഡ് ലിസ്റ്റ് തന്നെയാണ്, ഒരു ലിങ്കഡ് ലിസ്റ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ ഒരു സിംഗ്ലി ലിങ്കഡ് ലിസ്റ്റിൽ നിന്നും ഒരു സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റിനെ ഡിഫർ ചെയ്യുന്ന ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റിൻ്റെ ഫിഗർ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഒരു സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റിൻ്റെ എക്സാമ്പിൾ. ഇതൊരു സിംഗ്ലി ലിങ്കഡ് ലിസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് വന്നേക്കുന്നത്, ഇതിൻ്റെ ഫസ്റ്റ് നോഡും ലാസ്റ്റ് നോഡും കണക്റ്റഡ് ആണ്. അതായത് ഒരു സർക്കുലാർ ഫാഷനിൽ ഇത് പൊയ്ക്കൊണ്ടേയിരിക്കും. സോ ലാസ്റ്റ് നോഡ് നമ്മുടെ ഒരു സിംഗ്ലി ലിങ്കഡ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡ് എപ്പോഴും നള്ളായിരിക്കും. ബട്ട് ഈ കേസിൽ ലാസ്റ്റ് നോഡ് ഒരിക്കലും എന്തായിരിക്കില്ല, നള്ളായിരിക്കില്ല. അതെപ്പോഴും എന്ത് ചെയ്യും, പോയിൻറ്റ് ബാക്ക് ടു ദി ഫസ്റ്റ് നോഡിനെ എപ്പോഴും എന്ത് ചെയ്യും, ബിഗിനിങ് അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലുള്ള ആ ലിങ്കഡ് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലുള്ള ആ നോഡിനെ അത് എപ്പോഴും പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ എ സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റ് ഹാസ് നോ എൻഡ്. സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റിന് എൻഡില്ല. അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഇവിടെ ഈ നോഡ് സർക്കുലാർ ഫാഷനിലല്ലേ പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവണ്ടേ നമ്മുടെ ഫസ്റ്റ് നോഡ് ഏതാണെന്നും നമ്മൾ ഇൻസേർട്ട് ചെയ്ത ലാസ്റ്റ് നോഡ് ഏതാണെന്നും നമുക്ക് മനസ്സിലാവണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നോഡ്സിനെ ഞാനിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് നോഡിനെയും ലാസ്റ്റ് നോഡിനെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ലാസ്റ്റ് എന്ന് പറയുന്ന രണ്ട് നോഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈസിലി നമുക്ക് നമ്മുടെ ഫസ്റ്റ് നോഡിനെയും ലാസ്റ്റ് നോഡിനെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് നോഡിൽ ഞാനൊരു എക്സ്റ്റേണൽ പോയിൻ്റർ, ഹെഡ് പോയിൻ്റർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിൻ്ററിനെ ഞാൻ എൻ്റെ ലാസ്റ്റ് നോഡിൽ പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ലാസ്റ്റ് നോഡ് എപ്പോഴും എന്തിനെ പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റിൻ്റെ. ദെൻ നിങ്ങൾ ഈ ഫിഗറും വരയ്ക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസേർഷൻ അറ്റ് ദി ബിഗിനിങ്. എങ്ങനെയാണ് ബിഗിനിങ്ങിൽ ഇൻസേർഷൻ പെർഫോം ചെയ്യുന്നത്. സിംഗ്ലി ലിങ്കഡ് ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലായിരുന്നോ, അത് സിംഗ്ലി ലിങ്കഡ് ലിസ്റ്റിൻ്റെ ഇൻസേർഷനും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇൻസേർഷനും ഡിലീഷനും നമ്മൾ പഠിച്ചില്ലേ. സോ ഇവിടെ നമ്മൾ ആദ്യം ഒരു ഇൻസേർഷൻ എങ്ങനെയാണ് ബിഗിനിങ്ങിൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ കയ്യിലൊരു സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റ് ഉണ്ട്. ഈ സർക്കുലാർ ലിങ്കഡ് ലിസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, ലാസ്റ്റ് നോഡ് ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ PTR എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു നോഡ് വെച്ചിട്ട് എൻ്റെ ഫസ്റ്റ് നോഡിനെ ഞാൻ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താ, ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ലിങ്ക് പാർട്ടിൽ 120 ആണുള്ളത്, അത് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, എനിക്ക് 400 അഡ്രസ്സുള്ള ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു ഞാൻ. ആ ക്രിയേറ്റ് ചെയ്തതിലേക്ക് ഞാൻ ടെമ്പ് എന്ന് പറയുന്ന ഒരു ടെമ്പററി വേരിയബിളിനെ അസൈൻ ചെയ്തു, അതിനെ ലൊക്കേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഞാൻ എന്ത് പെർഫോം ചെയ്തു, ഈ 120 ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ കയ്യിലുള്ള ലിങ്കഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡ്, അതായത് 2 ഡാറ്റ ഫീൽഡായിട്ട് വരുന്ന നോഡിൻ്റെ വാല്യൂ അഡ്രസ്സ് എത്രയാണ്, 120 ആണല്ലോ. ആ 120 ഞാൻ അതിലേക്ക് കോപ്പി ചെയ്തു. ദെൻ 120 കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് എന്താ, എൻ്റെ ലാസ്റ്റ് നോഡിൽ ഞാൻ ലാസ്റ്റ് നോഡിനെ ഞാൻ എൻ്റെ ഫസ്റ്റ് നോഡിലേക്ക് കണക്ട് ചെയ്തു. അതാണ് ഞാൻ പെർഫോം ചെയ്തത്. ഈ ഫിഗറിലൊരു ചെറിയ കറപ്ഷൻ ഉണ്ട്. ഈ 120 അഡ്രസ്സ് വരുന്നതല്ല, ഇവിടെ 400, 120 വന്നിരിക്കുന്ന പ്ലേസിൽ 400 വെച്ചിട്ടേ നിങ്ങൾ വരയ്ക്കാവുള്ളൂ. 400 ആണല്ലോ നമ്മുടെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്, അതിനെയായിരിക്കും ഇത് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നോഡിൽ നിങ്ങൾ 400 എന്ന് കറക്ഷൻ കൊടുക്കണം. ഓക്കെ, ദെൻ
ഇതിനൊരു അൽഗോരിതം ഉണ്ട്. എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ അൽഗോരിതം എഴുതണം. കാരണം സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ എസ്സേ ആയിട്ട് 15 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ചോദിക്കാനാണ് ചാൻസ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും എഴുതണം. സോ അതിൻ്റെ അൽഗോരിതമാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അൽഗോരിതം ഫസ്റ്റ് സ്റ്റെപ്പിൽ അലോക്കേറ്റ് ദി മെമ്മറി ഫോർ ദി ന്യൂ നോഡ്. നമ്മുടെ നമ്മുടെ പുതിയ നോഡിനുള്ളൊരു മെമ്മറി അസൈൻ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ ഡേറ്റ ഫീൽഡിൽ ന്യൂ നോഡിൻ്റെ ഡേറ്റ ഫീൽഡിലോട്ട് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ തേർഡ് ഫീൽഡിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ലിസ്റ്റ് എം ടി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ലിസ്റ്റ് എം ടി ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡാണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ പുതിയ ഇപ്പോൾ കറൻ്റ്ലി നമ്മളൊരു പുതിയ നോഡ്, അതിൻ്റെ പേര് ന്യൂ നോഡായിട്ട് അസ്യൂം ചെയ്യുക. ആ ന്യൂ നോഡിനെയാണ് നമ്മൾ രണ്ട് നോഡ്സിനെ, ഫസ്റ്റും ലാസ്റ്റും എന്ന് പറഞ്ഞ രണ്ട് നോഡ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്? ഫസ്റ്റ് നോഡും ലാസ്റ്റ് നോഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഈ ഫസ്റ്റ് എന്ന് പറയുന്ന നോഡും ലാസ്റ്റ് എന്ന് പറയുന്ന നോഡും സെയിം നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഒറ്റ നോഡേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരൊറ്റ നോഡ് മാത്രമേ ഇപ്പം നമ്മുടെ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിലുള്ളൂ. സോ ആ നോഡിനെ തന്നെയാണ് അവർ പോയിൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫിഗർ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഞാൻ ഓക്കെ സെൻഡ് ചെയ്ത് തരാം. ഫസ്റ്റും ഒരു ഒറ്റ നോഡിൽ തന്നെ എങ്ങനെയാണ് ഫസ്റ്റും ലാസ്റ്റും പോയിൻ്റ് ചെയ്യുന്നത് എന്നുള്ള ഫിഗർ. ഓക്കെ, അതും ഇതിലേക്ക് ആഡ് ചെയ്തേക്കണം. ദെൻ അങ്ങനെയല്ല, ഇനി എൽസ് കണ്ടീഷൻ വരിക ഫോർത്ത് സ്റ്റെപ്പിൽ. അതായത് എൻ്റെ കയ്യിൽ ഒരു നോഡല്ല ഒന്നിൽ കൂടുതൽ നോഡ്സ് എൻ്റെ ലിങ്ക്ഡ് ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് എങ്കിൽ പുതിയ നോഡിൻ്റെ ലിങ്ക് ഫീൽഡ് നമ്മുടെ കയ്യിലുള്ള ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡിനെ നമുക്ക് ന്യൂ നോഡെന്ന് വിളിക്കാം. ദെൻ കറൻ്റ്ലി നമ്മുടെ കയ്യിലുള്ള ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നോഡിനെ നമുക്ക് ഫസ്റ്റ് നോഡെന്ന് പറയാം. സോ എൻ്റെ ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു. അങ്ങനെ അവരെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്നു. ദെൻ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് ഫീൽഡിൽ ഇത് ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് ഫീൽഡിൽ എൻ്റെ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരും? ഒരു സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഫോം ചെയ്യും. ദെൻ ഫസ്റ്റ് എന്ന് പറയുന്ന നോഡിനെ ഞാൻ എൻ്റെ ന്യൂ നോഡിലേക്ക് പിന്നെ അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കിത് ക്ലിയർ ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, ഇതാണ് അൽഗോരിതത്തിൽ പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ പ്രൊസീജിയറിലോട്ട് കടക്കാൻ പോവുകയാണ്. ഓക്കെ, ബിഗിനിങ്ങിൽ എങ്ങനെയാണ് ഇൻസേർഷൻ പെർഫോം ചെയ്യുന്നത്? നോഡ് സ്റ്റാർ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ആയി. ദെൻ ന്യൂ നോഡ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മുടെ പുതിയ നോഡിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതാണ് 1024 ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന നോഡാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. 1024 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ ന്യൂ നോഡ് ഡേറ്റ കൊടുക്കുമ്പോഴത്തേക്കും ഡേറ്റ ഫീൽഡിലേക്ക് ഞാൻ എ എന്ന് പറയുന്ന വാല്യൂ റീഡ് ചെയ്തു. ദെൻ ന്യൂ നോഡ് ലിങ്ക് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ന്യൂലി ക്രിയേറ്റഡ് നോഡിൻ്റെ ലിങ്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം കറൻ്റ്ലി എനിക്ക് നള്ളാക്കാൻ പറ്റാത്തതുകൊണ്ട് ന്യൂ നോഡിൻ്റെ 1024 തന്നെ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ ലിങ്ക് ഫീൽഡിലേക്ക് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ ഇഫ് ടെയിൽ ഈക്വൽ ടു നൾ ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ ചെക്ക് ചെയ്യുന്നത് എൻ്റെ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഇപ്പോൾ ഫോം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റാണ് എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആക്കണം. സോ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന രണ്ട് പോയിൻറ്റേഴ്സ് ടെയിലും ഹെഡുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെയിൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിന് പകരം ഫസ്റ്റും ലാസ്റ്റും നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഫസ്റ്റിന് പകരം ഞാനിവിടെ ഹെഡും ലാസ്റ്റിന് പകരം ഞാനിവിടെ ടെയിലുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെയിൽ അപ്പോഴത്തേക്ക് എന്താണ്? ലാസ്റ്റ് ആണ് ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് ടെയിൽ ഈക്വൽ ടു നൾ, അതായത് ടെയിൽ നള്ളാണ്. അതായത് ടെയിൽ ഫീൽഡ് എൻ്റെ ലാസ്റ്റത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ നള്ളെന്നാണ് കിടക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഫോം ആയിട്ടില്ല. ലാസ്റ്റ് നോഡ് നള്ള് വരുവാണെങ്കിൽ അത് ഒരു സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ലാസ്റ്റ് നോഡിൽ നള്ളാണ് വരുന്നതെങ്കിൽ അതൊരു സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റാണ്. അവിടെ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഫോം ആയിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ കണ്ടീഷൻ എങ്കിൽ എൻ്റെ കയ്യിലുള്ള ടെയിൽ എന്ന് പറയുന്ന പോയിൻ്ററുണ്ട്.
ടെയിൽ എന്ന് പറയുന്ന പോയിൻ്റർ, അതായത് ലാസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യുന്ന ടെയിൽ എന്ന് പറയുന്ന പോയിൻ്റർ നള്ളിനെയാണ് പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഫോം ചെയ്തിട്ടില്ല. സോ ഞാൻ ആ ലൂപ്പിലേക്ക് കയറും. ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്, അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിലേക്ക്, ബിഗിനിങ്ങിലാണല്ലോ ഞാൻ ഹെഡിലാണല്ലോ ഞാനിതിനെ അസ്യൂം ചെയ്തേക്കുന്നത്. സോ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ ഹെഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ന്യൂ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിക്കുന്നു. എൻ്റെ പുതിയ ക്രിയേറ്റ് ചെയ്തതിലേക്ക് ഞാൻ എൻ്റെ ഹെഡിനെ മാറ്റുന്നു. ദെൻ എൻ്റെ ലാസ്റ്റത്തെ നോഡ് ടെയിൽ ഈക്വൽ ടു ഹെഡ്, ദെൻ ടെയിൽ എന്ന് പറയുന്നത് ഹെഡിലോട്ട് ഞാൻ പോയിൻ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, അങ്ങനെ എനിക്കൊരു സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഫോം ആക്കാൻ പറ്റും. ദെൻ എൽസ് പാർട്ടിൽ ഞാൻ ചെക്ക് ചെയ്യാണ്, അതായത് ഓൾറെഡി ദർ ഈസ് എ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റഡ്, അങ്ങനെയുള്ള കണ്ടീഷനാണ് എങ്കിൽ ഞാൻ എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്? ന്യൂ നോഡ് ലിങ്ക് ഈക്വൽ ടു ഹെഡ്, അതായത് ഞാൻ ന്യൂ നോഡിൻ്റെ ലിങ്ക് ഹെഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ന്യൂ നോഡിൻ്റെ ലിങ്ക് എന്താണ്? ഹെഡിലായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഫിഗർ കണ്ടോ? ന്യൂ നോഡിൻ്റെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡ് 1072 അഡ്രസ്സുള്ള ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ട് ഹെഡിനെ പോയിൻ്റ് ചെയ്യുന്നത് കണ്ടോ? അങ്ങനെ ഉള്ള സ്റ്റെപ്പാണ് ഇവിടെ ഞാൻ പെർഫോം ചെയ്തേക്കുന്നത്. ദെൻ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്, ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഹെഡിൻ്റെ പൊസിഷൻ എൻ്റെ ന്യൂ നോഡിലോട്ട് ചേഞ്ച് ആവുന്നു. കണ്ടില്ലേ? ഹെഡ് ന്യൂ നോഡിലേക്ക് ചേഞ്ച് ആവുന്നു. ഇനി എനിക്ക് എന്താ പെർഫോം ചെയ്യാനുള്ളത്? എൻ്റെ ലാസ്റ്റ് നോഡ്, അതായത് 1032 അഡ്രസ്സുള്ള എൻ്റെ നോഡിൽ, എൻ്റെ ലിങ്ക് പാർട്ടിൽ എൻ്റെ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് എനിക്ക് കോപ്പി ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ടെയിൽ ലിങ്ക് ഈക്വൽ ടു ഹെഡ്, അതായത് ടെയിലിൻ്റെ ലിങ്ക് ഫീൽഡിൽ ഹെഡിൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുക്കുകയാണ്. 1072 കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? എനിക്ക് ഒരു സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് അങ്ങനെ ഫോമായി. ഓക്കെ, ഇൻസേർഷൻ അറ്റ് ദി ബിഗിനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ?